ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ മുനിചര്യാ പഞ്ചകം എന്ന കൃതിയിലെ 4ാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അസത് സദിതി വാദതു ബഹിരചിന്യമഗ്രാഹ്യം അന്വഗർവമമലം പരം സ്ഥിമിത നിമ്നമത്യുന്നതം പരാന്മുഖ ഇതസ്തത പരിസമേതി തുല്യം പദം മുനി സദസദോർദ്വയാതുപരി ഗന്ധും അഭ്യുദ്യതഃ. ആദ്യമായി ശ്ലോകത്തെ സദസദോർദ്വയാതുപരി അഭ്യുദ്യതഃ മുനി ഇതതത പരാന്മുഖ അസത് സദിതി വാദത ബഹി അചിന്യം അഗ്രാഹ്യം അണു അഗർവം അമലം പരം സ്ഥിമിത നിമ്നം അത്യുന്നതം തുല്യം പദം പരിസമേതി എന്നിങ്ങനെ പദച്ഛേദം ചെയ്ത് അന്വയിക്കാം. ഇനി പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. സദസദോ ദ്വയാതുപരി, സത്ത് അസത്ത് എന്നീ രണ്ടിനും ഉപരിയായി. ഗന്ധും അഭ്യുദ്യത മുനി, പോകുവാൻ ഉദ്യമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന മുനി. ഇതതത പരാൻമുഖ, അതും ഇതും കണ്ടു ഭ്രമിച്ച് അവിടെയും ഇവിടെയും പരതാതെ അന്തർമുഖനായി. അസത് സദിതി വാദത ബഹി, സദ്വാദവും അസദ്വാദവും ഉപേക്ഷിച്ച് അവയ്ക്ക് അതീതമായ അചിന്യം അഗ്രാഹ്യം അണു അഗർവം അമലം പരം എന്ന് പറഞ്ഞാൽ അചിന്യവും അഗ്രാഹ്യവും അതിസൂക്ഷ്മവും അതിമഹത്വം പരിശുദ്ധവും പരമവും സ്ഥിമിത നിമ്നം നിശ്ചലവും ആഴമേറിയതും അത്യുന്നതം അത്യന്തം ഉന്നതവുമായ തുര്യം പദം പരിസമേതി, തുരീയ പദത്തെ പ്രാപിക്കുന്നു. ഈ ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. സത്തിനും അസത്തിനും അതീതമായ പരമ്പൊരുളിനെ സാക്ഷാത്കരിക്കാൻ ഉദ്യമിക്കുന്ന മുനി അതും ഇതും കണ്ട് ഭ്രമിച്ചുടരാതെ മനസ്സിനെ ഏകാഗ്രമാക്കി അന്തർമുഖനായി സദ്വാദവും അസദ്വാദവും ഉപേക്ഷിച്ച് അവയ്ക്ക് അതീതമായി പരിലസിക്കുന്ന അചിന്ത്യവും അഗ്രാഹ്യവും അതിസൂക്ഷ്മവും എന്നാൽ അതിമഹത്വം പരിശുദ്ധവും നിശ്ചലവും അത്യഗാധവും പരമോന്നതവുമായ തുരീയ പദത്തെ പ്രാപിക്കും. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്നീ 4 അവസ്ഥകൾ ബോധാനുഭൂതിയുടെ 4 നിലകളാണ്. ഇന്ദ്രിയങ്ങളും അന്ധകരണ ചതുഷ്ടയവും അഥവാ മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും പൂർണ്ണമായി ഉണർന്നു പ്രവർത്തിക്കുമ്പോഴുള്ള ബോധനിലയാണ് ജാഗ്രത. ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് ജാഗ്രതനെ വിശേഷിപ്പിക്കാം. അപ്പോൾ മനസ്സ് ബഹിർമുഖമായിരിക്കും. സ്വപ്നാവസ്ഥയും നിദ്രയും ഒന്ന് തന്നെയാണ്. സ്വപ്നം കാണുന്ന അവസ്ഥ അല്ലെങ്കിൽ ഉറക്കം എന്ന് തന്നെയാണ് സ്വപ്നം എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്വപ്നാവസ്ഥയിൽ അല്ലെങ്കിൽ ഉറക്കത്തിൽ ഇന്ദ്രിയങ്ങൾ നിഷ്ക്രിയമായിരിക്കും, എന്നാൽ അന്ധകരണങ്ങൾ ഉണർന്നിരിക്കും. അതുകൊണ്ട് ഉപബോധ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടുമിരിക്കും. ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ജാഗ്രത അവസ്ഥയിൽ ഉണ്ടായ ആശകൾ, നിരാശകൾ, ദുഃഖങ്ങൾ, അതുപോലെ മറ്റ് വികാരങ്ങളെല്ലാം മനസ്സിൽ അട്ടിയായി അടുക്കി വയ്ക്കപ്പെട്ടിരിക്കും. ഉറങ്ങിക്കിടക്കുമ്പോൾ അവ
ഉപബോധ മനസ്സിലേക്ക് എഴുന്നു വരികയും സ്വപ്ന രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. വായന, ചിന്ത, സങ്കല്പം, പ്രതീക്ഷ, ഭയം, ആശങ്ക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്വപ്നങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മനസ്സിൻ്റെ നില അല്ലെങ്കിൽ ബോധനില, അതുപോലെ ശാരീരിക സ്ഥിതി, ഇതൊക്കെ സ്വപ്നങ്ങളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് പേക്കിനാവുകളും അതുപോലെ വിസ്മയക്കിനാവുകളും മോഹസ്വപ്നങ്ങളും ഒക്കെ നമ്മൾ കാണാനിടയാവുന്നത്. ഗാഠനിദ്രയ്ക്കാണ് സുഷുപ്തി എന്ന് പറയുന്നത്. സുഷുപ്തി അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളും ചിത്തമൊഴികെയുള്ള അന്ധകരണങ്ങളും നിഷ്ക്രിയമായിരിക്കും. മനനബുദ്ധിയിൽ വെളിപ്പെട്ട് കിട്ടിയ ശുദ്ധജ്ഞാനം പ്രതിഷ്ഠിതമായി തീരുന്ന ഇടമാണ് അന്ധകരണ ചതുഷ്ടയത്തിലെ ചിത്തം. അങ്ങനെയുള്ള ചിത്തം ഉണർന്നിരിക്കുകയും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഇന്ദ്രിയങ്ങളും നിശ്ചേഷ്ടമായിരിക്കുകയും ചെയ്യുന്ന സുഷുപ്തി അവസ്ഥയിൽ ശാന്തിയായിരിക്കും അനുഭവപ്പെടുക. സുഷുപ്തി വിട്ട് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ സുഖമായി ഉറങ്ങി എന്ന അനുഭൂതിയായിരിക്കും നമുക്കുണ്ടാവുക. ബോധനിലയുടെ 4ാമത്തെ അവസ്ഥയാണ് തുര്യം. ജീവാത്മാവ് മാത്രം ഉണർന്നിരിക്കുകയും മറ്റ് ഇന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും എല്ലാം നിശ്ചേഷ്ടമായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് തുര്യാവസ്ഥ. യോഗികൾ നിരന്തരമായ അഭ്യാസത്തിലൂടെ ആർജിച്ചെടുക്കുന്ന സമാധി പദം, ആ ഒരു സമാധി പദവിയുടെ പരമോന്നതമായ നിലയെ തുര്യത്തോട് ഉപമിക്കാവുന്നതാണ്. ജീവാത്മാ പരമാത്മ ഐക്യം അഥവാ ജീവൻ മുക്താവസ്ഥ, ആ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരാൾ അനുഭവിക്കുന്ന അനുഭൂതിയ നിർവൃതിയാണ് തുര്യം എന്ന് പറയുന്നത്. ആ അവസ്ഥയെ നമുക്ക് വാക്കുകൊണ്ട് നിർവചിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഗുരു അതിനെ അചിന്ത്യവും അഗ്രാഹ്യവും നിശ്ചലവും അഗാധവും അത്യുന്നതവുമായ അനുഭൂതിയ നില എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും തീർക്ക് എന്ന ദൈവദശകത്തിൽ തുര്യത്തെയാണ് ഗുരു നിർവചിച്ചിരിക്കുന്നത്. അതുപോലെ ആത്മോപദേശ ശതകത്തിലെ ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എന്ന പ്രയോഗവും തുര്യ വർണ്ണന തന്നെയാണ്. ഈ തുര്യമെന്ന് പറയുന്ന നില അത് യോഗാത്മകവും ആത്മനിഷ്ഠവുമാണ്. അനുഭവിച്ച് മാത്രമേ തുര്യത്തെ അറിയാൻ സാധിക്കൂ. അങ്ങനെയുള്ള തുര്യ പദവി എത്തിച്ചേർന്ന ആത്മനിഷ്ഠൻ അഥവാ ബ്രഹ്മനിഷ്ഠനാണ് മുനി. ഇക്കാര്യമാണ് ഈ ശ്ലോകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.